ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സുഖമാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു വ്ളോഗായിട്ട് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഹായ് ഗായ്സ്, നമ്മൾ എൻ്റെ വീട്ടിൽ പോവാട്ടോ. അപ്പോൾ ചെറിയൊരു വ്ളോഗ് എടുത്തതാണ്. ഇതൊക്കെ ഇത് കണ്ടോ, റോട്ടിൽ കൂടെ ഞങ്ങൾ നടന്നു പോകാം, പാടാണിത്. അപ്പോൾ ഗൈസ്, ഞാൻ അന്ന് ടൂറൊക്കെ പോയില്ലേ, അന്ന് പോയതാട്ടോ വീട്ടിലേക്ക്. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് വെറുതെ പോകാമല്ലോ, കുട്ടികൾക്ക് സ്കൂളും ഇതൊന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെ പോവാട്ടോ. ഇവർ രണ്ടാളും ഇതാക്കണോ, അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഭയങ്കര വെയിലായതുകൊണ്ട് കുട എടുത്തുക്കണോ. അപ്പോൾ മുത്തുമണികളെ ഞങ്ങൾ നടന്ന് വീട്ടിലോട്ട് എത്താനായിട്ടുണ്ട് കേട്ടോ. നമ്മളവിടുത്തെ ഏരിയ ആണ് കേട്ടോ. ഇങ്ങനെ റോഡ് ഇവിടെ എന്തൊക്കെ ഇവിടെ ഫുള്ള് വാഴ കൃഷി ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ അവിടെയൊക്കെ നികത്തിയിട്ടുണ്ട്, എന്താ അറിയില്ല ഉണ്ടാക്കണതൊന്നും. പിന്നെ പാടം ചുറ്റോറും കണ്ടോ, പാടാട്ടോ. പാടം നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് എത്താനായിട്ടോ. അത് നോക്കിയാൽ കാണുന്നുണ്ട്. അപ്പോൾ എത്താനായിട്ടുണ്ട്, നല്ല വെയിലാണ്. ഞാൻ എന്താ പറയുക, വീട്ടിൽ ആരെയും കാണിച്ചു തരുമൊന്നും ചെയ്യില്ല കേട്ടോ. കാരണം അവർക്കൊന്നും താല്പര്യമില്ല, വീട്ടിൽ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താനൊന്നും അവർക്ക് താല്പര്യമില്ല. അപ്പം നമ്മൾ വീട്ടിൽ വയ്യിലെത്തിട്ടോ. കണ്ടോ, വീട്ടിലോട്ട് എത്തി. വയ്യ കണ്ടില്ലേ, ഈ മോളിതാ. ഞാനിനി രാത്രി കേട്ടോ പോവാ. രാത്രിയാണ് കോട്ടേഴ്സിക്ക് തിരിച്ചു പോവാം, ഞാൻ ഇക്കാൻ്റെ കൂടെ. ഇവിടെ ഉപ്പാൻ്റെ ഇഞ്ചിൻ്റെ കൃഷിയാണ്. ഇഞ്ചി തന്നെ അല്ലത്, ഇഞ്ചി കൃഷി കേട്ടത്. ഇഞ്ചിൻ്റെ ഇതാണ് കേട്ടോ എൻ്റെ ഉപ്പാൻ്റെയും വീട് കേട്ടോ. ഇവിടെ അനിയത്തിൻ്റെ കുട്ടികളും താത്തയും എല്ലാവരും ഉണ്ട്. ഇതാണ് എൻ്റെ വീട്. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ വീട്ടിലെത്തിട്ടോ. വീട്ടിലെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വിശേഷങ്ങൾ കാണിക്കാം. ഫുഡ് കഴിക്കുമ്പോൾ കാണിക്കാം കേട്ടോ. എൻ്റെ ഇവിടെ ഒരു കുരുണ്ടായിക്കണു ഗൈസ്, എല്ലാവരും കുരുണ്ടായിക്കണു. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഇനി എല്ലാവരും ഇവിടെ കുറേ ചെടിയൊക്കെ ഉണ്ട്. എൻ്റെ പഴയ വീടുകൾ കണ്ടിട്ടുണ്ടാവും. ഇതാ കുറച്ച് ചെടികളുണ്ട്. പിന്നെ പനികൂർക്ക ഉണ്ട്. പിന്നെ ഇവിടെ ഇതാ എന്താ മഞ്ഞളോ അല്ല എന്തൊക്കെ, വഴുതനങ്ങ, തുളസി, വേപ്പിൻ്റെ ഇല, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഗൈസ്, ഞാനങ്ങനെ പൊറാട്ട കഴിക്കുകയാണ്. പൊറാട്ട ഉണ്ടോ, പൊറാട്ടയും ചിക്കൻ മുസ്മൻ്റെ ഗ്രേവി. അപ്പോൾ ഗൈസ്, ഞാനത് കഴിച്ചുകൊണ്ട് കേട്ടോ. കുട്ടികളുടെ ഉള്ളിൽ കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നിൽക്കണ കോട്ടേഴ്സിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 5-6 മിനിറ്റ് മതി കേട്ടോ നടന്നു പോരാൻ. അത്ര അടുത്ത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഉള്ളിലുണ്ട്, ഞാൻ പുറത്തിങ്ങനെ ഇരിക്കുകയാണ്. വണ്ടികളൊക്കെ പോകണമെങ്കിൽ നോക്കി ഇങ്ങനെ ഫുഡ് കഴിക്കുക കേട്ടോ. ഞാനങ്ങനെ എപ്പോഴും വീട്ടിലൊന്നും പോകില്ല, എപ്പോഴെങ്കിലൊക്കെ ആയിട്ടേ പോകലുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ഭക്ഷണത്തിൻ്റെ സമയമായിട്ടോ. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും രാവിലെ പൊറോട്ട കഴിച്ചല്ലോ, പക്ഷേ ഇത് ഞാൻ നേരെ വൈകിട്ടാട്ടോ ഭക്ഷണം കഴിക്കണത്. രാവിലെ ഞാനൊരു 9-9:30 ഒക്കെ ആയപ്പോഴാട്ടോ വീട്ടിൽ പോയത്. ആ സമയത്താണ് കഴിച്ചത്. പിന്നെ 1:30-1:45 കഴിക്കണം കേട്ടോ. കഴിച്ചപ്പോൾ കടല, മീൻ, അയില മുളകിട്ടത്, വത്തൾ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കറി കൂട്ടാനൊക്കെ. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കടലയും വത്തളൊക്കെ പൊരിച്ചതൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അപ്പം ഞാൻ ചോറൊക്കെ തിന്ന് കഴിഞ്ഞു എന്നൊക്കെ കേട്ടോ പറയണത്. പിന്നെ ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് കിടന്നു. ഗൈസ്, ഞാനങ്ങനെ കുറച്ച് നേരം കിടന്നു കേട്ടോ. ഞാൻ ഉപ്പാക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പാക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട്. ചായ റെഡി ആയിട്ടുണ്ട് ഗൈസ്, ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, എൻ്റെ ഉപ്പാക്ക് നല്ല കടുപ്പവും നല്ല മധുരവുമാണ് കേട്ടോ. അപ്പോൾ മധുരം കുറവായതുകൊണ്ട് രണ്ടാമത് മധുരം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല കടുപ്പത്തിലുള്ള ചായ വേണം കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര തോനെ കടുപ്പം ഇട്ടിട്ടുള്ളത് കേട്ടോ. ചൂടാക്കിയിട്ട് കൊടുക്കാം. മധുരം
കുറവാണ്, അപ്പം മധുരം ഇടണം. നമുക്ക് ചൂടാറണം. ചൂടാറിയിട്ട് മധുരം നോക്കിയിട്ട് കറക്റ്റ് മധുരമാണെന്നുണ്ടെങ്കിൽ കൊടുക്കാമല്ലോ. ഗൈസ് അങ്ങനെ മധുരം കറക്റ്റാട്ടോ, ഉപ്പാക്ക് കൊടുക്കാം. ബാക്കി ചായ ഞാൻ കൊണ്ടു കൊടുത്തിട്ട് വരാം. ഓക്കെ, ഞാനിനി രാത്രി പോകുള്ളൂ കേട്ടോ. ഇക്ക വന്നിട്ട് പോകുള്ളൂ. ഇക്ക ഇവിടെ ഫുഡ് കഴിക്കാൻ വരും. കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇന്നെ. അപ്പോൾ ഇത് പെരീത്തെ അടുക്കള കേട്ടോ, പെരീത്തെ അടുക്കളയാണ്. അപ്പോൾ ഞാനത് ഉപ്പാക്ക് കൊണ്ടു കൊടുക്കട്ടെ. ഓക്കെ ഗൈസ് അങ്ങനെ വൈകുന്നേരമായി. നിസ്കാരമൊക്കെ കഴിഞ്ഞു കേട്ടോ. എൻ്റെ ഈ കുരു ദിവസം രാവിലെ ചെറുതായി, ഇപ്പോൾ വലുതായിട്ടോ, ഭയങ്കര വേദനയുണ്ട്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കട്ടോ, എല്ലാവരും ഉണ്ട്. പിന്നെ കുട്ടികളെല്ലാവരും നിസ്കാരം കഴിഞ്ഞ് അങ്ങനെ ഇരിക്കണം. അവർക്കൊക്കെ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ഫോണ് അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്താട്ടോ. എപ്പോഴും ഫോൺ അങ്ങനെ കൊടുക്കലൊന്നുമില്ല. പിന്നെ അങ്ങനെ എല്ലാവരും വർത്താനം പറഞ്ഞൊക്കെ അങ്ങനെ ഇരിക്കുക കേട്ടോ. പിന്നെ അങ്ങനെ രാത്രി ആയിട്ടോ. രാത്രി ചോറ് കഴിക്കുകയാണ്. നേരത്തെ ചോറ് കഴിച്ചോ, ഇനി ഫാസിൽ കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ പപ്പടവും ചിക്കൻ കറിയും ഉണ്ട് കേട്ടോ. ഉച്ചക്ക് മീൻ കറിയും, അപ്പോൾ രാത്രി പപ്പടവും ചിക്കൻ കറിയും ചോറും അങ്ങനെ. അപ്പോൾ അത് കഴിക്കാണ്. പിന്നെ അനിയനൊക്കെ താത്തയൊക്കെ എൻ്റെ അടുത്തിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ, അപ്പുറത്ത്. അപ്പോൾ ഞാൻ ഓരോന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഓരോ തമാശയും ഓരോന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ പിന്നെ ഗൈസ് 9:15 ഇക്ക വന്നു കേട്ടോ. കുറച്ച് ലേറ്റായി, 9:20 കഴിക്കണു വന്നപ്പോൾ. പിന്നെ ഇക്ക ഫുഡ് കഴിക്കുകയാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ഞാൻ വാരി കൊടുത്തു കേട്ടോ, അവർക്കൊക്കെ ചോറ് കൊടുത്തിട്ടുണ്ട്. ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നമ്മൾ നിൽക്ക ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നേരെ കോട്ടേഴ്സിലേക്ക് പോകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, നല്ലൊരു ദിവസം ആവട്ടെ നാളത്തെ ദിവസം അല്ലേ. അപ്പോൾ ശരി കേട്ടോ. അപ്പോൾ എല്ലാവരോടും ബൈ.